ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലുള്ള ഒരു ചെറിയ തറവാട് സ്റ്റൈലിലുള്ള ഒരു റിസോർട്ടിലേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് തന്നെ ഒരു ചെറിയ റിസോർട്ടാണ്, പക്ഷേ നമ്മുടെ ഹെറിറ്റേജ് സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ റിസോർട്ട്. ഒരു 2 ബെഡ്റൂമൊക്കെ ആയിട്ട് വരുന്ന ഫാമിലിക്ക്, ഒരു 2 ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റും. ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഒരു 10 to 15 ആൾക്കാർക്ക്, മെമ്പേഴ്സിനൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റിസോർട്ട്. ആ റിസോർട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. കാണാം. കേരളത്തിൻ്റെ പഴയ തനിമ നിലനിർത്തുന്ന ഒരു തറവാട് റിസോർട്ട്. ഓട് പാകിയിട്ടുള്ള മരത്തിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇതിൻ്റെ ഉള്ളിലുമൊക്കെ അങ്ങനെ തന്നെയാണ്. മരത്തിൻ്റെ ഡിസൈനിങ്ങുകളാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഡിസൈനുകളൊക്കെ ആയിട്ടുള്ള വയനാടൻ തണുപ്പിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു റിസോർട്ടാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. സ്വിമ്മിംഗ് പൂളും അതിൽ നിന്ന് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നീന്തൽ അറിയാത്തവർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. സാധാരണ ചെറിയൊരു സ്വിമ്മിംഗ് പൂളുകൾക്ക് പകരം ഇവർ നല്ല വലിയ രീതിയിലുള്ള സ്വിമ്മിംഗ് പൂളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ റിസോർട്ടിൻ്റെ ഔട്ട്ഡോർ ഭാഗങ്ങൾ പുല്ല് നട്ട് കട്ടകളൊക്കെ പാകി കാണുമ്പോഴേ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ശാന്തമായിട്ടുള്ള ഏരിയ. പ്രൈവറ്റ് റിസോർട്ടാണ്. ഒരേ സമയം ഒരു ഗസ്റ്റിന്, ഒരു ടീമിന് മാത്രം കൊടുക്കുന്ന പ്രൈവറ്റ് റിസോർട്ട്. പഴയ ഇല്ലം വീടുകളുടെ ഒരു സ്റ്റൈലാണ് ഇവർ ഈ ഒരു റിസോർട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് മാറി തണുപ്പാർന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിലും മരങ്ങളും കുറച്ച് ആകാശ വ്യൂ ഒക്കെ ആയിട്ടുള്ള സൂപ്പർ സ്ഥലം. ഗെയിംസായിട്ട് ഷട്ടിലും മറ്റും കളിക്കാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കിച്ചൺ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. പഴയ രീതിയിൽ 4 പൊളികളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഡോറായിട്ട് വരുന്നത്. ഡോറ് തുറന്ന് നേരെ കയറുന്നതിൻ്റെ നിലം ഭാഗം അഥവാ ഫ്ലോറ് വുഡൻ മാർബിൾ അല്ല, തനി കറക്റ്റ് മരത്തിൻ്റെ നിലമാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നല്ല മരത്തിൻ്റെ തടികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെയർ, ടീപ്പോയ്, ഗെയിംസ് കളിക്കാനുള്ള ക്യാരം ബോർഡ്, TV, മറ്റ് ചാനലുകളൊക്കെയുള്ള TV, ഫുൾ എല്ലാ സെറ്റപ്പും ട്രഡീഷണലായിട്ടുള്ള പഴയ അതേ ഒരു രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഈ അലമാരകളാണെങ്കിലും ചെറിയ ടീപ്പോയികളാണെങ്കിലും എല്ലാം ഒരു ചുരുങ്ങിയതൊരു 100 വർഷത്തിൻ്റെ പഴക്കം തോന്നിക്കുന്ന വിധത്തിലുള്ള സെറ്റപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത്. മുകളിലുള്ളതൊക്കെയും വുഡൻ ഫ്ലോറുകളാണ് വരുന്നത്. മേലെയും വുഡൻ ഫ്ലോറാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ. അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഇവിടുന്ന് സീലിംഗ് ആയിട്ട് വരുന്നതും വുഡൻ ടൈപ്പ്. ഇതാണ് ഇതിൻ്റെ ഒരു റൂം വരുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൾറെഡി ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്താണ് വീഡിയോ എടുത്തുള്ളത്. അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലീനിങ്ങിൽ കുറച്ചൊരു ഇതുണ്ടെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരത് ഗസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ ഈ ജനൽ ഭാഗം. അതിൻ്റെ ജനൽ കമ്പികളല്ല, അതും മരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതും കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഏരിയയാണ് ഗസ്റ്റുകൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ള ടേബിൾ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഓരോ തൂണുകളും ഫുൾ വുഡൻ ടൈപ്പാണ്. ചിലരൊക്കെയും മറ്റേ കോൺക്രീറ്റ് തൂണുകൾ ഉണ്ടാക്കിയിട്ട് വുഡൻ മോഡലിൽ പെയിൻറ്റിങ്ങും മറ്റും ചെയ്യും. പക്ഷേ ഇതിൽ കറക്റ്റ് വുഡൻ ടൈപ്പിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കാവൽ നായ. അവരുടെ റിസോർട്ടിൻ്റെ കാവലായിട്ടുള്ള 3 നായകളുണ്ട്. അതിലൊരുത്തൻ. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന റൂമിൻ്റെ എൻട്രിയാണിത്. ഇതിലേക്ക് ഫസ്റ്റ് ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്. അതിൽ നിന്ന് നേരെ ടോയ്ലറ്റിലേക്ക്, വാഷ്റൂമിലേക്കൊരു എൻട്രി, പിന്നെ നേരെ റൂമിലേക്ക്. ഈ റൂമാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം പോലെ നമുക്ക് ഫീൽ ചെയ്യുക. കാരണം മുകൾ ഭാഗം വുഡാണ്, താഴെയും വുഡിൻ്റെ ഫ്ലോറാണ്. നല്ലൊരു ബെഡ്, കിങ്സ് നട്ട് മോഡൽ ബെഡ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. ഇവിടെ നിന്ന് താഴോട്ട് നമുക്ക് ഫുൾ ഗ്ലാസ് വ്യൂ ആണ്.
അതിൽ കർട്ടൻ വെച്ച് മറന്നിട്ടുള്ള 3 ഭാഗത്തും ഫുൾ ഗ്ലാസ് ആയിട്ടാണ് ഈ ഒരു റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മോർണിംഗ് ടൈമിലൊക്കെ പുറത്തേക്കുള്ള വ്യൂ ഭയങ്കര മനോഹരമായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൻ്റെ പുറംഭാഗം. ഇതിൻ്റെ ഒരു അകത്തുനിന്ന് കയറി വരുന്ന തനി നാടൻ ടൈപ്പുള്ള കോണിയൊന്നുമല്ല, പുറത്തുനിന്ന് മറ്റേ സാധാ ഇരുമ്പ് ടൈപ്പ് സ്റ്റെപ്പുകളായിട്ടുള്ള കോണിയാണ് മേലേക്ക്. പക്ഷേ അത് ചെറുതല്ല, ഒരു വലിയ വീതിയുള്ളതായിട്ട് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കും ഗ്രൗണ്ട് ഫ്ലോറിലേക്കും പുറത്തു കൂടെയാണ് കണക്ഷൻ, ഉള്ളിൽ നിന്ന് കയറി വരാനുള്ള സൗകര്യമില്ല. ഇവിടെ ഫാമിലിക്കാണെങ്കിൽ 2 റൂമാണുള്ളത്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. താങ്ക് യു.